ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഘാടന സമിതിക്ക് നേതൃത്വം കൊടുത്തത്, അതിൻ്റെ അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിയെ ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. ജനകീയ പ്രതിരോധ ജാഥയുടെ സമാപന സമ്മേളനത്തിന് സ്വാഗതം പറയുന്നതിനു വേണ്ടി CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ജോയിയെ ക്ഷണിക്കുകയാണ്. ഏറെ പ്രിയങ്കരനായ ഈ സമാപന റാലിയുടെ അധ്യക്ഷൻ, കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയും ഈ സംഘാടക സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള സഖാവ് V. ശിവൻകുട്ടി, ഇവിടെ ഇന്ന് ഈ സമാപന പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കോമ്രേഡ് സീതാറാം യെച്ചൂരി, നമ്മുടെ ഈ ജാഥയുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ജാഥാ ക്യാപ്റ്റൻ, നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷ്, ജാഥാ അംഗങ്ങൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാർ, മന്ത്രിമാർ, മറ്റ് പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഈ യോഗം ശ്രവിക്കാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, ദീർഘമായ ഒരു സ്വാഗത പ്രസംഗം ഞാൻ നടത്തുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 27 ദിവസമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജനകീയ പ്രതിരോധ ജാഥയാണ് ഇന്ന് ഈ പുത്തരിക്കണ്ടത്ത് സമാപിക്കുന്നത്. കഴിഞ്ഞ 16-ാം തീയതി വൈകുന്നേരം തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിച്ച ജാഥ അക്ഷരാർത്ഥത്തിൽ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ ഗംഭീര വരവേൽപ്പ് നൽകിയിട്ടാണ് 4 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന് ഇവിടെ ഈ സമാപന റാലി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള സഖാക്കളെക്കാൾ 1 or 2 ഇരട്ടി സഖാക്കൾ പുറത്തു നിൽക്കുകയാണ്. ആ റൺ വോളണ്ടിയേഴ്സിന് മാക്സിമം ഇരിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. പരമാവധി സഖാക്കൾ ഇതിനകത്തേക്ക് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം കയറി നിന്ന് ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന ഈ മഹാസമ്മേളനം വിജയിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ ജാഥയുടെ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഞാൻ നേരിട്ട് സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഘാടക സമിതി, ഈ 4 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നുള്ള ഈ സമാപന പൊതുസമ്മേളനം, ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് അതിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള കേരളത്തിൻ്റെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് V. ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ സമാപന റാലി പൊതുസമ്മേളനം, ഈ ജാഥയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമുക്കെല്ലാം എപ്പോഴും ആവേശമായി കേരളത്തിൻ്റെ ഏതു പ്രശ്നങ്ങളിലും നമുക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കോമ്രേഡ് സീതാറാം യെച്ചൂരിയാണ്. എല്ലാ അർത്ഥത്തിലും ആ സഖാവിനെ സ്വാഗതം ആശംസിക്കുകയാണ്. കഴിഞ്ഞ 27 ദിവസമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് അപവാദ പ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞ് ഊർജ്ജസ്വലമായി ഈ ജാഥയെ നയിച്ചത് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശേഷണങ്ങൾ ഞാൻ പറയുന്നില്ല. ഏറ്റവും നന്നായി ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജാഥയുടെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സഖാവാണ് ഗോവിന്ദൻ മാഷ്. എല്ലാ ആദരവും ബഹുമാനത്തോടും തിരുവനന്തപുരത്തിൻ്റെ പൗരാവലിക്ക് വേണ്ടി സഖാവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ജാഥയുടെ മാനേജർ
പ്രിയങ്കരനായിട്ടുള്ള സഖാവ് PK ബിജു സഖാവാണ് ഇതിൻ്റെ മാനേജർ എന്നുള്ള നിലയിൽ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകി ജാഥയെ ചിട്ടയോടുകൂടി നയിക്കുന്നതിന് എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ച പ്രിയപ്പെട്ട സഖാവ് PK ബിജുവിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരിയായിട്ടുള്ള ജാഥ അംഗം സഖാവ് സുജാത ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം എല്ലാ യോഗങ്ങളിലും പ്രസംഗിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകിയ പ്രിയങ്കരിയായിട്ടുള്ള സഖാവ് C സുജാതയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയങ്കരനായിട്ടുള്ള സ്വരാജ് DYFIയുടെ നേതാവായിരുന്നു, നിയമസഭാ അംഗമായിരുന്നു. നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഈ ജാഥയുടെ അംഗം പ്രിയങ്കരനായിട്ടുള്ള സ്വരാജിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട SFIയുടെയും നേരത്തെ SFIയുടെയും ഇപ്പോൾ DYFIയുടെയും നേതാവായിട്ടുള്ള സഖാവ് ജെയ്ക്ക് തോമസ് ഈ വേദിയിലുണ്ട്. ജെയ്ക്കിനെ വളരെ ആദരവോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജാഥയിലെല്ലാം ഉണ്ടാകുന്ന പ്രിയങ്കരനായിട്ടുള്ള നിയമസഭാ സാമാജികൻ മുൻ മന്ത്രി സഖാവ് KT ജലീൽ ഈ ജാഥാംഗമാണ്. സഖാവ് KT ജലീലിനെ സ്വാഗതം ആശംസിക്കുകയാണ്. ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സഖാവ് SRP ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഒരാവേശമാണ്. ആ സഖാവ് SRPയെ വിനയത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയങ്കരനായിട്ടുള്ള ബേബി സഖാവ് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. SRP സഖാവിനെ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാം എല്ലായ്പ്പോഴും ആവേശമാണ്. സഖാവ് ബേബി സഖാവിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. സഖാവ് PK ശ്രീമതി ടീച്ചർ മഹിളാ അസോസിയേഷൻ്റെ നേതാവാണ്. ഇതുപോലെ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ സമ്മേളനം നടത്തിയ ഒരു സ്ഥലമാണിത്. ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ടീച്ചർക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയങ്കരനായ CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് എളമരം കരീം സഖാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദരവോടെ കരീം സഖാവിനെ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയങ്കരനായിട്ടുള്ള AK ബാലൻ മുൻ മന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, നമ്മുടെ CC അംഗമാണ്. സഖാവ് ബാലൻ സഖാവിനെ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് ഐസക് കേരളത്തിൻ്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്കിനെ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട മന്ത്രി സഖാവ് KN ബാലഗോപാൽ ഇവിടെ സന്നിഹിതനാണ്. ആ സഖാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മന്ത്രി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് സഖാവ് ഈ വേദിയിലുണ്ട്. ആ സഖാവിനെ സ്വാഗതം ആശംസിക്കുകയാണ്. CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരനായിട്ടുള്ള ആനത്തലവട്ടം ആനന്ദൻ സഖാവ് ഈ വേദിയിലുണ്ട്. സഖാവിനെ സ്വാഗതം ആശംസിക്കുകയാണ്. ആദരണീയായ ശ്രീ ശൈലജ ടീച്ചർ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രിയങ്കരനായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്കാകെ ഓടി നടന്ന് നമുക്ക് നേതൃത്വം നൽകിയ പ്രിയങ്കരനായിട്ടുള്ള സഖാവ് ആനാവൂർ നാഗപ്പൻ സഖാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരിയായിട്ടുള്ള മേയർ പ്രിയങ്കരിയായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രനെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട വട്ടിയൂർക്കാവ് MLA പ്രശാന്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയങ്കരിയായിട്ടുള്ള സീമ ടീച്ചറെ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട MP ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകിയ, ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ
പ്രിയപ്പെട്ട എ റഹീം MP ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട വിജയകുമാർ സാഹ്, ഈ പ്രവർത്തനങ്ങൾക്കാകെ ജില്ലയ്ക്ക് നേതൃത്വം നൽകിയ വിജയകുമാർ സാഹിബിനെ സ്വാഗതം ആശംസിക്കുന്നു. സഖാവ് KC വിക്രമൻ, സഖാവ് പുഷ്പലത, നമുക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് ഈ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറായി നിന്ന് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേരത്തെ ചെയർമാനെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവർത്തനങ്ങൾക്കാകെ ഊർജ്ജസ്വലമായി നേതൃത്വം നൽകിയ പ്രിയങ്കരനായിട്ടുള്ള മുൻ മന്ത്രിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് കടകംപള്ളി സുരേന്ദ്രനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 4 മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ സഖാവ് EG മോഹനൻ, സഖാവ് സുന്ദർ, സഖാവ് കരമനഹരി, സഖാവ് ലെനിൻ, ഈ 4 മണ്ഡലം സെക്രട്ടറിമാരെയും സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ആന്റണി രാജു, അദ്ദേഹം വേദിയിലേക്ക് വന്നില്ല, സദസ്യരുടെ കൂട്ടത്തിലിരിക്കുകയാണ്, അദ്ദേഹമുണ്ട്. മറ്റ് ബഹുമാന്യരായിട്ടുള്ള വിശിഷ്ടാതിഥികളൊക്കെ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ പാർട്ടി നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ, അങ്ങനെ തുടങ്ങി വിശിഷ്ട വ്യക്തികളൊക്കെ ഈ വേദിയിൽ സന്നിഹിതരാണ്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ എന്നും എഴുതിപ്പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു സമാപന പൊതുസമ്മേളനമായി ഈ സമ്മേളനത്തെ മാറ്റിയെടുക്കാൻ ഇവിടെ കൈയും മെയ്യും മറന്ന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പാർട്ടി സഖാക്കളെയും അനുഭാവികളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്കും സ്വാഗതം, സ്വാഗതം, സ്വാഗതം. സഖാക്കളെ, ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. പരിഭാഷപ്പെടുന്നതിന് വേണ്ടി മന്ത്രി സഖാവ് MP രാജേഷിനെയും ക്ഷണിക്കുക. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ನನ್ನ ಮಾತೃಭಾಷೆ ತೆಲಂಗಾಣ, ನನಗೆ ಮಲಯಾಳಂ ಮರಿಲ್ಲ, ಅದಕ್ಕೆ ನಾನು ಇಂಗ್ಲೀಷ್లో ಸಂಸಾರಿಕ್ರೆ ಕಾಮ್ರೇಡ್ ರಾಜೇಶ್ ಟ್ರಾನ್ಸ್ಲೇಟರ್. So the president of today's meeting, Comrade Sivankutti, Comrade V. Govindan and his team of 5 other comrades who conducted this 4 weeks of Jatha all across the state of Kerala, Politburo member Comrade M.A. Baby, our veteran Comrade S. Ramchandra Pillai, many members of the Central Committee who are present here on the dais, and leaders of the CPIM in Kerala, and my dear comrades and friends. ബഹുമാനനായ അധ്യക്ഷൻ സഖാവ് V. ശിവൻകുട്ടി, കേരളം മുഴുവൻ നീണ്ടുനിന്ന ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത പാർട്ടി സംസ്ഥാന സെക്രട്ടറി M.E. ഗോവിന്ദൻ മാസ്റ്റർ, പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് M.A. ബേബി, മുതിർന്ന പാർട്ടി നേതാവ് സഖാവ് SRP, വേദിയിലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, CPIM നേതാക്കൾ, ജാഥാംഗങ്ങൾ തുടങ്ങിയവരെ. The Janakiya Pratirodha Jatha covered all the 140 constituencies in the state of Kerala, has met for a period of 4 weeks. I think lakhs of people across the state heard their problems, conveyed the opinion of the Communist Party of India, Marxist, on the current crisis before the country, and drew the attention of the people of Kerala to the manner in which the central government and its policies are destroying our country, its basic constitutional order, and the discrimination that is mounting against non-BJP state governments, and particularly targeting the left Democratic Front government in Kerala. And on all these issues, the people have been galvanized and mobilized during these 4 weeks. ജനകീയ പ്രതിരോധ ജാഥ കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലൂടെയും 4 ആഴ്ച കൊണ്ട് പര്യടനം നടത്തി ലക്ഷക്കണക്കിന് ആളുകളുമായി നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാനമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജാഥയിലൂടെ സംവദിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ, എങ്ങനെയാണ് കേന്ദ്ര ഭരണകൂടം നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥയെ തന്നെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് BJP ഇതര സർക്കാരുകളെയും
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ജനങ്ങളുമായി സംവദിക്കുകയും അതിനെതിരെ ജനങ്ങളെ അണിനിരത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ ജാഥ ഇന്ന് സമാപിക്കുന്നത്. The focus on LDF in Kerala is because the BJP and the central government is very well aware that if there is one non-BJP state government in the country that is offering an alternative direction for development and for people's welfare, it is the LDF government in Kerala. And that is why they do not want this alternative to be propagated amongst the people of the country, and therefore the specific targeting of the LDF government comes from that understanding. A lot of untruths were spread by no less a person than the Union Home Minister. I came prepared to answer many of the wrong facts that he placed before the people of Kerala. But my job has been done very easy by the Honorable President of India, Srimati Draupadi Murmu, who actually gave one of the best certificates to Kerala, saying that it is the government that is actually working in the interests of the people, and therefore I don't think I need to answer anything that the Home Minister has said. The President of India itself has endorsed that the LDF government, whatever be the ups and downs, whatever be the problems, but its main interest is the interests of Kerala and Kerala's people and their well-being and their prosperity. And that is the answer that the BJP government, Modi and Mr. Amit Shah, both have got from the President of India. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ബദൽ വികസന ക്ഷേമ പരിപാടികൾ നടപ്പിലാക്കുന്ന ഒരേയൊരു ഗവൺമെന്റാണ്. ഈ ബദൽ നിലനിന്നുകൂടാ എന്ന കാര്യത്തിൽ BJPക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അസത്യപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നിരവധിയായ അസത്യപ്രചരണങ്ങൾ ഈ ഗവൺമെന്റിനെതിരായി അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം മറുപടി പറയാൻ പൂർണ്ണ സജ്ജനായിട്ടാണ്, തയ്യാറെടുപ്പോടുകൂടിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. എന്നാൽ എൻ്റെ ജോലി ഇന്ത്യയുടെ ബഹുമാന്യയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു എളുപ്പമുള്ളതാക്കി തീർത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ബഹുമാന്യനായിട്ടുള്ള പ്രസിഡന്റ് കേരളത്തിലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള സാക്ഷ്യപത്രം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ താല്പര്യമാണ് സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാണ് ശ്രീമതി ദ്രൗപദി മുർമുവിന്റെ വ്യക്തമാവുന്നത്. ഇതാണ് BJPക്കും അമിത്ഷായ്ക്കുമുള്ള മറുപടി. This Jatha was highlighting how the dangers posed by the communal corporate nexus that has emerged under this Modi government is actually together destroying the foundational pillars of the Indian constitutional order. The Indian constitutional order stands on 4 foundational pillars. That is secular democracy, economic self-sovereignty, not self-reliance, self-sovereignty. That is, the people are the owners of the economy and resources of the country, social justice, and federalism. These 4 foundational pillars is what the Constitution of India rests on. Each one of these pillars is being assaulted today by this corporate communal nexus. ഈ ജാഥ വർഗീയ കോർപ്പറേറ്റ് അച്ചുതണ്ട് രാജ്യത്തിന് നേരെ ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ചെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്തംഭങ്ങൾക്കെല്ലാം നേരെ എങ്ങനെയാണ് കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് ഭീഷണി ഉയർത്തുന്നത് എന്നത് ഈ ജാഥയിലൂടെ വിശദീകരിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ഭരണഘടനാ വ്യവസ്ഥയുടെ അടിസ്ഥാന സ്തംഭങ്ങൾ 4 എണ്ണമാണ്. 1 മതനിരപേക്ഷ ജനാധിപത്യം, 2 സാമ്പത്തിക പരമാധികാരം, സാമ്പത്തിക സ്വാശ്രയത്വം എന്നല്ല സാമ്പത്തിക പരമാധികാരം, അതായത് സമ്പദ്ഘടനയുടെ വിഭവങ്ങളുടെ എല്ലാം ഉടമകൾ ജനങ്ങളാണ് എന്ന വസ്തുത, അതുപോലെ തന്നെ സാമൂഹിക നീതി, ഫെഡറലിസം. ഈ അടിസ്ഥാന സ്തംഭങ്ങൾ ഓരോന്നും ഇന്ന് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. That is why today there is destruction of the Indian economy. The manner in which the resources of the country are being looted. It is not only the privatization of the public sector.
It is actually the loot of India's mineral resources, natural resources, and each one of them is being privatized and is privatized to the friends of our Prime Minister Modi, and that is the worst form of crony capitalism that has developed in the country. The loot that is happening in our country is actually exemplified by the entire Adani scam that has now been exposed and come to the fore. But why is the Modi government refusing to inquire into this scam? On the one hand, the Modi government says there's nothing wrong, everything is okay as far as this Adani and the revelations are concerned, there's nothing wrong in that. If there's nothing wrong, why are they not allowing a joint parliamentary committee to examine this issue? The joint parliamentary committee will be headed, according to parliamentary norms, will be headed by the party that has the maximum number of MPs, which is the BJP. The party which has the maximum number of MPs will have the maximum number of members. So BJP will have the chairman and the majority. But even then, why is it afraid of it? Why is it afraid of a JPC? That is because it has a lot to hide. And in order to not be accountable to the people, they are refusing to constitute a JPC. When the BJP was in opposition, together we stalled the parliament for one whole winter session, demanding a JPC in the 2G scam, and finally forced the Congress government to announce the JPC and examine that entire scam. See, likewise, many issues earlier, you had the stock market scams, you had the UTI scam, you had various scams. JPCs were formed and each JPC gave recommendations that were helpful for the system. But here, Mr. Modi refuses. Because what is being hidden is the nexus between the corporate house and the Modi government. It is this crony capitalism, the truth of that has to be hidden. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നശീകരണമാണ് മോദി ഗവൺമെൻറ്റിന് കീഴിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിഭവങ്ങളുടെ കൊള്ളയടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. പ്രകൃതി വിഭവങ്ങളെല്ലാം മോദിയുടെ ചങ്ങാതിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഏറ്റവും അശ്ലീലമായിട്ടുള്ള മുഖമാണ് ഇന്ന് ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് അദാനി വിവാദത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ അദാനി വിവാദത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ മോദി ഗവൺമെൻറ് വിസമ്മതിക്കുന്നത്? എന്തുകൊണ്ട് ഒരു സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ അന്വേഷണം നടത്തുന്നില്ല? മോദി പറയുന്നത് അതിൽ തെറ്റായിട്ടൊന്നുമില്ല എന്നാണ്. തെറ്റായിട്ടൊന്നുമില്ലെങ്കിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അന്വേഷണം നടത്തുന്നതിന് എന്തിനാണ് ഭയക്കുന്നത്? പാർലമെൻ്ററി മാനദണ്ഡങ്ങളനുസരിച്ച് സംയുക്ത പാർലമെൻ്ററി സമിതിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരിക്കുക പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയുടേതായിരിക്കും. ആ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയെ നയിക്കുക പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള, അതായത് BJPയുടെ നേതാവായിരിക്കും. എന്നിട്ടും എന്തുകൊണ്ടാണ് മോഡി ഒരു സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷണം പ്രഖ്യാപിക്കാൻ ഭയക്കുന്നത്? അതിനർത്ഥം മോദിക്ക് ഒരുപാട് ഒളിക്കാനുണ്ട് എന്നതാണ്. ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും എന്നതുകൊണ്ടാണ്. നേരത്തെ ഞങ്ങൾ പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം മുഴുവൻ പ്രതിഷേധിച്ചിട്ടുണ്ട്. 2G സ്പെക്ട്രം അഴിമതിയിൽ, കുംഭകോണത്തിൽ സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒടുവിൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ കൊണ്ട് ആ അന്വേഷണം സമ്മതിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയുണ്ടായി. അതുപോലെ ഓഹരി കുംഭകോണം, UTI കുംഭകോണം തുടങ്ങി എല്ലാത്തിലും സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് ആ അന്വേഷണത്തിൻ്റെ ശുപാർശകൾ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പോഴും മോദി ഒരു സംയുക്ത പാർലമെൻ്ററി സമിതി അന്വേഷണത്തിന് വിസമ്മതിക്കുന്നത്? കാരണം വളരെ വ്യക്തമാണ്. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ കൂട്ടുകെട്ട്, കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ട് സംബന്ധിച്ച വസ്തുതകളെല്ലാം പുറത്തു വരുമെന്നതുകൊണ്ടാണ് മോദി അതിന് തയ്യാറാകാത്തത്. But what is more devious that is happening now is that if anybody questions the Prime Minister or this government, then they are immediately branded as anti-national. The BBC documentary had come out on the Gujarat communal carnage that took place in 2002, and the fact that has been released, not in India but globally,
that has been released, that itself was said that BBC is anti-national. It may be. But the exposure of Mr. Modi and the exposure of the BJP, that is treated as anti-national. Mr. Modi himself, Prime Minister, in the Parliament, has said, you may raise any questions about me, but I have the support of 140 crores of Indian people. How can the Prime Minister lead in spreading disinformation? Mr. Modi is the Prime Minister because in the last election, BJP won the election with a majority of MPs, but it polled only 37% of the vote. 37% of those people who voted, not all Indians. 63% of the people who voted against the BJP. The fact that they were disunited, these parties, which got the 63%, that helped the BJP win. And now today, the Prime Minister openly and brazenly claims in the Parliament that he is supported by 140 crores of Indian people. What do you tell in a country where the Prime Minister leads such disinformation campaigns? India is one of the youngest countries in the world. Bulk of this 140, a large section, not bulk, a large section of this 140 crores are our youngsters who still do not have the right to vote. They have not yet reached the age of 18. But then Mr. Modi says they also voted for him and supported him. If this is the level to which arguments are being brought down, that you question the Prime Minister, you are questioning India. You are anti-national. ആരെങ്കിലും മോദി സർക്കാരിൻ്റെ നടപടികളെ ചോദ്യം ചെയ്താൽ അവരെയെല്ലാം ദേശവിരുദ്ധരായിട്ട് മുദ്രകുത്തുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. BBC ഡോക്യുമെൻ്ററി ഗുജറാത്തിലെ 2002 കലാപത്തെക്കുറിച്ച് വന്ന സമയത്ത് അത് ഇന്ത്യയിൽ മാത്രം റിലീസ് ചെയ്തതല്ല, ലോകവ്യാപകമായി റിലീസ് ചെയ്തതാണ്. അപ്പോൾ മോദി ഗവൺമെൻറ് പറഞ്ഞു BBC ദേശവിരുദ്ധരാണ് എന്ന്. ഗുജറാത്തിലെ കലാപത്തിൽ മോദിയുടെ പങ്കിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൻ്റെ പേരിലാണ് BBCയെ ദേശവിരുദ്ധരായിട്ട് ചിത്രീകരിച്ചത്. മോദി പറയുന്നു, എന്നോട് നിങ്ങൾക്ക് എന്ത് ചോദ്യവും ചോദിക്കാം, ഏത് കാര്യവും ചോദിക്കാം, കാരണം എനിക്ക് ഭയമില്ല, എനിക്ക് 140 കോടി ഇന്ത്യക്കാരുടെ പിന്തുണയുണ്ട് എന്നാണ് മോദി അവകാശപ്പെടുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരിൽ 37% വോട്ട് മാത്രമാണ് BJPക്ക് കിട്ടിയിട്ടുള്ളത്. വോട്ട് ചെയ്തവരിൽ 63%വും BJPക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തത് എന്നോർക്കണം. പിന്നെ എങ്ങനെയാണ് മോദിക്ക് 140 കോടി ഇന്ത്യക്കാരുടെയും പിന്തുണ അവകാശപ്പെടാൻ കഴിയുക? പ്രധാനമന്ത്രി തന്നെ ഇത്തരമൊരു തെറ്റിദ്ധാരണാജനകമായ പ്രചരണം നയിക്കുന്നതിനെക്കുറിച്ച് എന്താണ് പറയുക? 140 കോടി ഇന്ത്യക്കാരിൽ നല്ലൊരു പങ്ക് ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരിൽ പലരും 18 വയസ്സാവാത്തവരും വോട്ടവകാശം കിട്ടിയിട്ടില്ലാത്തവരുമാണ്. മോദി അവകാശപ്പെടുന്നത് അവരും തനിക്ക് വോട്ട് ചെയ്തു എന്നാണ്. ഈ നിലവാരത്തിലേക്കാണ് മോദി കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഈ നിലവാരത്തിലുള്ള പ്രചരണങ്ങളാണ്, അവകാശവാദങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. The same argument with Mr. Adani. When the Adani scam was exposed by that agency, Hindenburg, immediate response was what? That these are anti-national foreign forces that are working against India. You expose a loot of the country's resources. You expose a scam of cheating that has happened. That is treated again as anti-national. Therefore, what is it that we have now today? Any questioning of Mr. Modi is anti-national. Any questioning of Mr. Adani is anti-national. Earlier we had a situation whereas the Congress All India President Mr. Devkant Barua of Assam had given the slogan, Indira is India, India is Indira. Today you have a slogan that Mr. Modi himself is giving. India, Modi is India, Adani is India, India is Modi Adani. Modi Adani are India, India is Modi Adani. We have to give them a firm reply and an answer like it was given to Indira Gandhi then. The firm reply and answer is, India is neither Indira Gandhi, neither Modi, nor Adani. India is the Indian people, and it's for the people that India exists, and people make India exist, and that is something that has to be asserted, and that can only be asserted if this government is removed from office.
അദാനി വിവാദം പുറത്തു വന്ന സമയത്ത് അപ്പോഴും മോദി പറഞ്ഞു, ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് മോദി പറഞ്ഞു ഇതും ദേശവിരുദ്ധരാണ്, ഹിൻഡൻബർഗ് ദേശവിരുദ്ധരാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തെ കൊള്ളയടിക്കുന്നത് സംബന്ധിച്ച വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നാൽ അതും ദേശവിരുദ്ധതയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. മോദിയെ ചോദ്യം ചെയ്താൽ അത് ദേശവിരുദ്ധതയാണ്. മോദിയുടെ ചങ്ങാതി അദാനിയെ ചോദ്യം ചെയ്താൽ അതും ദേശവിരുദ്ധതയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്നവരെല്ലാം ദേശവിരുദ്ധരാണ്. പണ്ട് AICC പ്രസിഡന്റായിരുന്ന DK ബറുവ അദ്ദേഹം ഒരു മുദ്രാവാക്യം ഉയർത്തുകയുണ്ടായി, ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ്, ഇന്ദിര എന്നാൽ ഇന്ത്യയാണ് എന്ന്. ഇപ്പോൾ മോദിയും അത് തന്നെയാണ് ചെയ്യുന്നത്. മോദി പറയുന്നു ഇന്ത്യ എന്നാൽ മോദിയാണ്, ഇന്ത്യ എന്നാൽ അദാനിയാണ്. അദാനി എന്നാൽ ഇന്ത്യയാണ്, മോദി എന്നാൽ ഇന്ത്യയാണ്. ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയൊരു മറുപടിയുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് നൽകിയതുപോലെ ഒരു ഉറച്ച ദൃഢമായിട്ടുള്ള മറുപടി നമുക്ക് മോദിക്കും നൽകാൻ കഴിയണം. ഇന്ത്യ എന്നാൽ ഇന്ദിരയോ മോദിയോ അല്ല, ഇന്ത്യ എന്നാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളാണ് എന്ന മറുപടി നൽകാൻ കഴിയണം. ആ മറുപടി നൽകാൻ കഴിയണമെങ്കിൽ ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളണം. That is why today, when you questioning the government of the day is the duty of every Indian patriot. That is the meaning of democracy. Questioning the government, questioning those in authority, if that is not done, then people are not discharging their duty. But questioning the government is not equivalent to questioning the country or questioning the patriotism of the people of our country. And this equation that they are doing, this is the most dangerous equation which has to be defeated. That is why in this Jatta also, when the call was given that in order to save India today, it is necessary that this forces and this government, Modi government, must be removed from office. That assumes paramount importance in order to defend India, its constitutional order, its democracy, and the democratic rights of the people. That is the utmost patriotic duty of all Indians today. And that is the final test of Indian nationalism, and that is the final test of whether we are for the interests of India or enemies of the country. രാജ്യത്ത് നിന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുക എന്നത് ഇന്ത്യയിലെ പൗരന്മാരുടെ കടമയാണ്. അതാണ് ജനാധിപത്യത്തിൻ്റെ അർത്ഥം എന്നത്. ആ കടമ അങ്ങനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ കടമ നിർവഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുന്നവരെ ദേശവിരുദ്ധരായിട്ട് ചിത്രീകരിക്കുന്ന, ചോദ്യം ചെയ്യുന്നവരെല്ലാം ദേശവിരുദ്ധർ എന്ന സമവാക്യമാണ് ഇന്ന് ഏറ്റവും അപകടകരമായിട്ടുള്ള സമവാക്യം. ഈ ജാഥയുടെ ഏറ്റവും വലിയ സന്ദേശം ഈ അപകടകരമായിട്ടുള്ള സമവാക്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ എല്ലാ ചോദ്യങ്ങളുടെയും ഉനയൊടിക്കുന്ന മോദി ഗവൺമെന്റിനെ പുറത്താക്കണം എന്ന സന്ദേശമാണ്. ഇന്ത്യയുടെ ഭരണഘടനാ വ്യവസ്ഥ, ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ ഇതെല്ലാം സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച, അതുപോലെ ദേശസ്നേഹത്തെ സംബന്ധിച്ച അന്തിമമായിട്ടുള്ള പരീക്ഷണം എന്ന് പറയുന്നത്. ഇതിനെ സംരക്ഷിക്കാനുള്ള ആര് നിൽക്കുന്നു എന്നുള്ളതാണ്. But this spread of disinformation is not confined to these issues alone, what I said just so far. It happens to every single program that the central government launched in the name of the Prime Minister. Everything has got a Pradhan Mantri so-and-so, Pradhan Mantri so-and-so, Pradhan Mantri so-and-so. Now, one of the things that the Pradhan Mantri himself claims is that he is feeding, individually, personally, he is feeding 80 crore Indian people with free food grains. 80 crores of Indian people need free food grains to survive itself is an indictment of his policies and his government. The 2/3 of India cannot survive unless they get free food grains. That is an admission of the fact of the misrule. But then this is the money that is people's money from the government's exchequer, which he claims that it is he is benefiting the people of the country, his charity.
Okay. Here's this distribution of free fruit grains. He says he's distributing for 80 crores, but at the same time, what is not being conveyed is that the earlier distribution of free 5 kilos plus 5 kilos at subsidized rate, that subsidized rate scheme has now been cancelled by Modi. Earlier, everybody used to get 80% of India, 5 kilos free, 5 kilos at subsidized rate. Today, people have to buy that 5 kilos at market rate. That in itself has eroded the nutritional content for crores of Indian people. You in Kerala are fortunate. You don't realize the problem of nutritional inadequacy for the people of India, because you are taken care of by the various schemes in the state which ensures that nobody goes hungry. But in India, that is not the case. But it's the Prime Minister that leads this disinformation. Same on LPG gas cylinders. Same on the Swachh Bharat campaign. And then now, Prime Minister himself in Karnataka, because of the coming elections, he said he has increased the number of All India Institute of Medical Sciences by 3 times, from 7 to 22 in the country. Last month, in the Parliament, Union Health Minister informed the Parliament that the 16 aims that were launched after 2014, not a single one of them is fully operational. But it's the Prime Minister who leads this disinformation. So this is actually what is being built is a story which is not the reality that the Indian people are facing. And it is basis of this sort of a propaganda that they think that they can continue to earn some support from the people of India, and that is what has to be busted, and that was one of the important messages that this Jatha conveyed. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം എല്ലാ കാര്യത്തിലും എന്നതുപോലെ പ്രധാനമന്ത്രിയുടെ പേരിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയും. 80 കോടി ഇന്ത്യക്കാർക്ക് ഭക്ഷണം നൽകുന്നത് താനാണ് എന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 80 കോടി ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ഭക്ഷണ പദ്ധതി നടപ്പാക്കേണ്ടി വരുന്നു എന്നത് തന്നെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രമാണ്. ജനങ്ങളുടെ പണം, ഖജനാവിൽ നിന്നുള്ള ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭക്ഷണ പദ്ധതി, ഭക്ഷ്യധാന്യ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ തെറ്റിദ്ധാരണാജനകമായ പ്രചരണത്തിൻ്റെ മറവിൽ യഥാർത്ഥത്തിൽ ഒളിച്ചുവെക്കുന്ന കാര്യം എന്താണ്? നേരത്തെ 5 കിലോ ഭക്ഷ്യധാന്യം പൂർണ്ണമായും സൗജന്യമായും 5 കിലോ സബ്സിഡി നിരക്കിലുമാണ് നൽകിക്കൊണ്ടിരുന്നത്. അത് റദ്ദാക്കി എന്നതാണ് ഈ പ്രചരണത്തിൻ്റെ ഇടയിൽ ഒളിച്ചുവെക്കുന്ന കാര്യം. അതാണ് ആ വസ്തുത മറച്ചുവെക്കുകയാണ്. ഇപ്പോൾ 5 കിലോ, നേരത്തെ സബ്സിഡി നിരക്കിൽ കിട്ടിയിരുന്ന 5 കിലോ വിപണി വിലയ്ക്ക് വാങ്ങണം എന്നതാണ് സ്ഥിതി. ഈ വസ്തുത മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായി ഇന്ത്യയിലെ ജനങ്ങളുടെ പോഷകാഹാര ലഭ്യത ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അതൊരു പ്രശ്നമല്ല. കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിലൂടെ ആ പ്രശ്നം കേരളത്തിന് അഭിസംബോധന ചെയ്യാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ ആരും പട്ടിണി കിടക്കുന്നില്ല എന്ന് LDF ഗവൺമെൻറ് ഉറപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി അതല്ല. ഇതുതന്നെയാണ് ഗ്യാസ് സിലിണ്ടറുകളുടെ കാര്യത്തിൽ നടക്കുന്ന പ്രചരണം. ഇതുതന്നെയാണ് സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ കാര്യത്തിൽ, പ്രചരണത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്ന പ്രചരണം. ഇപ്പോൾ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, അദ്ദേഹം വന്ന ശേഷം ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ എണ്ണം 3 ഇരട്ടി വർദ്ധിപ്പിച്ചു, 7-ൽ നിന്ന് 22 വർദ്ധിപ്പിച്ചു എന്ന് അവകാശപ്പെടുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ മാസമാണ് പാർലമെൻറ്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞത് 2014-ൽ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം പ്രഖ്യാപിച്ച 16 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഒറ്റൊന്നു പോലും പ്രവർത്തനക്ഷമമായിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി തന്നെ പാർലമെൻറ്റിൽ പറയുകയുണ്ടായി. ഇങ്ങനെ പ്രധാനമന്ത്രി തന്നെ തെറ്റായിട്ടുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കുന്ന ഈ കഥയല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം എന്നത് നാം അംഗീകരിക്കേണ്ടതുണ്ട്. ഇത്തരം തെറ്റായ പ്രചരണത്തിലൂടെ ചില പിന്തുണ നേടിയെടുക്കാം എന്നാണ് അദ്ദേഹം വ്യാമോഹിക്കുന്നത്. ആ പ്രചരണത്തെ പൊളിക്കുക എന്നതാണ്, ആ പ്രചരണത്തെ തുറന്നു കാണിക്കുക എന്നതാണ് ഈ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതാണ് ഈ ജാഥ നിർവഹിച്ചത്. That is why today, in order to try and manufacture support, they are misusing the entire apparatus of the constitutional order. The governors and the way in which they are behaving in various non-BJP states.
You had the recent experience in Tamil Nadu. Now you have the experience in Telangana. You had the earlier experience the Supreme Court is hearing in the state of Maharashtra. They are being used to destabilize the elected governments, non-BJP governments. Again, the same way, you have all the opposition leaders who are being targeted by the Enforcement Department and the CBI. When this issue is raised saying that opposition is being targeted by Modi government to harass, intimidate, and force the opposition leaders to defect to the BJP, they say that no, we are only pursuing people who violated the law. What is the reality? Since 2014, more than 3,554 cases have been filed by the Enforcement Department. In the last 9 years, 3,500 plus. Out of these, how many have received convictions from the court of law? Only 23. Out of 3,500 plus cases registered, only 23 are convicted. Which means what? These cases are being launched in order to actually harass and intimidate the opposition leaders. And miraculously, those opposition leaders who leave their parties and join the BJP, the cases against them vanish. So what else is this but misusing of the ED in a gross manner in order to implement their principle? BJP has found a new principle in democracy, that whoever wins the election, the BJP will form the government. And that is where it uses its money power. And then you've seen that happen in various states in the country, from Goa to Karnataka to Madhya Pradesh, and in the Northeast, and in various parts of the country, you've seen this happening. So this is how the agencies are being misused, the institutions under the Constitution are being misused to further their rule. ഇങ്ങനെ പിന്തുണ നിർമ്മിച്ചെടുക്കാൻ ഭരണഘടനാ സംവിധാനങ്ങളെയാകെ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ദുരുപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗവർണർമാരെയും ഗവർണർ പദവിയെയും അതിനുവേണ്ടി ദുരുപയോഗിക്കുന്നു. തമിഴ്നാട്ടിൽ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ തെലങ്കാനയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. മഹാരാഷ്ട്രയിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെ, ഗവർണർമാരെ ഉപയോഗിച്ച് അസ്ഥിരപ്പെടുത്താനും അട്ടിമറിക്കാനും ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ED, CBI തുടങ്ങിയിട്ടുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ BJPയിലേക്ക് കാലുമാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വേട്ടയാടൽ നടത്തുന്നത്. BJP അവകാശപ്പെടുന്നത് നിയമലംഘകരെ മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നതാണ്. എന്താണ് വസ്തുത? 2014 BJP അധികാരത്തിൽ വന്ന ശേഷം 9 വർഷത്തിനിടയിൽ 3554 കേസുകളാണ് ED രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 3554 കേസുകളിൽ കോടതി ശിക്ഷിച്ചതാകട്ടെ വെറും 23 കേസുകൾ മാത്രം. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കേസുകളെല്ലാം പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാനും ഭയപ്പെടുത്താനും വേണ്ടി കെട്ടിച്ചമച്ചതാണ് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. BJPയിൽ ചേർന്നാൽ കേസ് ആവിയായി പോകും എന്ന ഒരു പ്രത്യേകത കൂടി നമുക്ക് കാണാൻ കഴിയും. BJP ഒരു പുതിയ തത്വം ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ആര് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ഗവൺമെൻറ് BJP ഉണ്ടാക്കും എന്നതാണ് ഈ പുതിയ തത്വം. അത് നാം ഗോവയിൽ കണ്ടു, കർണാടകയിൽ കണ്ടു, മധ്യപ്രദേശിൽ കണ്ടു, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേന്ദ്ര ഏജൻസികളെയും ഭരണഘടനാ സംവിധാനങ്ങളെയും എല്ലാം ദുരുപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് മോദി ഗവൺമെൻറ്. And that is why you will find that destroying federalism, destroying democracy, on secularism, they spread hatred. In many states, there's BJP ruled states, you have laws, not only for the love jihad, to harass the minorities and the Muslims, but also cow protection laws to harass and target the minority communities. They talk of cow protection on the one hand, and in the Tripura, in the post-election violence, they have burned down the houses of their opponents and our party comrades. Thousands of them their houses have been burnt, and along with that, they burnt living cows in Tripura, and that is their entire talk of saying protect the cow. This is their hypocrisy and duplicity knows no end, and this is what we have to recognize, that in their hands this country will continue to be looted. There will be campaigns of poisonous hate and violence leading to
individual terrorist actions and denial of democratic rights and civil liberties for the people. And that is why, for the sake of India today, we need to make sure that this government does not continue in office. And that is a very important patriotic duty, as I said, of all Indians today. ഫെഡറലിസം, ജനാധിപത്യം, മതനിരപേക്ഷത എന്നിവയ്ക്കെല്ലാം ബി ജെ പി ഗവൺമെൻറ് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദിൻ്റെയും പശു രക്ഷയുടെയും പേരിൽ ന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ത്രിപുരയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആയിരക്കണക്കിന് വീടുകളാണ് CPIM പ്രവർത്തകരുടെയും ബി ജെ പിക്ക് എതിരായിട്ടുള്ളവരുടെയും ആയിരക്കണക്കിന് വീടുകളാണ് തീവെച്ച് നശിപ്പിച്ചത്. ഈ വീടുകൾ തീവെച്ച് നശിപ്പിച്ച കൂട്ടത്തിൽ അനേകം നൂറുകണക്കിന് പശുക്കളെയും ജീവനോടെ കത്തിച്ചു കളയുകയുണ്ടായി ബി ജെ പി. ഇവരാണ് പശുരക്ഷയെക്കുറിച്ച് പറയുന്നത്. ഇതാണ് ബി ജെ പിയുടെ കാപട്യവും ഇരട്ടത്താപ്പും. ഈ ഓരോ കാര്യത്തിലും ഈ ഇരട്ടത്താപ്പും കാപട്യവും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഈ ബി ജെ പി ഗവൺമെൻറ് തുടരാൻ അനുവദിക്കുക എന്നാൽ കൊള്ളയും ഹിംസയും വിദ്വേഷവും ജനാധിപത്യ പൗരാവകാശങ്ങളുടെ നിഷേധവും തുടരാൻ അനുവദിക്കുക എന്നതാണ് അർത്ഥം. അതുകൊണ്ട് ഈ സർക്കാരിനെ ഇനി അധികാരത്തിൽ തുടരാൻ അനുവദിച്ചുകൂടാ. അതാണ് ഇന്നത്തെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഏറ്റവും ദേശസ്നേഹപരമായിട്ടുള്ള ചുമതല എന്നത്. That's why such disinformation is also aided by, unfortunately, sections of the media. I'm not saying all media, but sections of the media. The BJP's traditional allies have deserted the BJP, the Akali Dal, the Shiv Sena, the Janata Dal United of Nitish Kumar. All the traditional allies, they have left. New allies have joined, and that is the sections of the media. They pose the question, you say all this about this government, but Mr. Modi continues to win the elections. Look at the last assembly elections. The last assembly elections were held for Gujarat and Himachal Pradesh and the municipal corporations of Delhi, which covers all the 7 parliamentary constituencies. It's a very large body. What happened? In Gujarat, the BJP was re-elected. In Himachal, the BJP lost its government. It was defeated. In Delhi, it lost the municipal corporations after ruling it for 15 years. It was defeated in Delhi. Now in the Northeast, the media headline is what? The Modi Juggernaut. Nobody can stop Modi from winning elections. What is the reality? Out of the 180 seats, the BJP won only 44. In Meghalaya, it won only 2 seats and it lost deposit in all the 58 seats. But the media says the BJP government. Now, the point is, if you want to create an orchestrated thing, our appeal to all of us is that is why we have to see through this sort of a disinformation campaign that is going through. And that can only be answered. It's going to only be answered when people are conscious of what is the reality that is happening. And that can only happen when people struggles against the growing economic burdens will actually increase in the days to come. Right now, today, again the long march of the Kisans from Nasik to Mumbai is going on. The Maharashtra government had to negotiate with them. Modi himself had to withdraw the farm bills. The working class in a big struggle, and coming April 5th, there's going to be a massive mobilization in Delhi on the parliament of the working class, the peasantry and the agricultural labor. It is this that is the reality of India today. This reality is got to assert itself. And that is what they want to stop by spreading all this disinformation. ഈ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം മാധ്യമങ്ങളിൽ ചില വിഭാഗങ്ങളും ഇന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. ബി ജെ പിയെ അവരുടെ പരമ്പരാഗത സഖ്യകക്ഷികൾ ഏറെക്കുറെ എല്ലാവരും ഉപേക്ഷിച്ചു കഴിഞ്ഞു. അകാലിദൾ ഉപേക്ഷിച്ചു, ശിവസേന ഉപേക്ഷിച്ചു, ജനതാദൾ യുണൈറ്റഡ് ഉപേക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ ബി ജെ പിയോടൊപ്പം ചേർന്നിട്ടുള്ള പുതിയ സഖ്യകക്ഷികളാണ് മാധ്യമങ്ങളിൽ ചിലർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, ഈയിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ, ഇപ്പോൾ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഹിമാചൽ പ്രദേശിൽ നടന്നു, ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ഗുജറാത്തിൽ ബി ജെ പി ജയിച്ചു, ഹിമാചൽ പ്രദേശിൽ തോറ്റു, ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ തുടർച്ചയായി 15 വർഷം ഭരിച്ചതിന് ശേഷം ഇത്തവണ പരാജയപ്പെട്ടു.
അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നു. എന്താണ് മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ നമ്മൾ കണ്ടത്? മോദിയെ ആർക്കും തടയാനാവില്ല എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആകെയുള്ള 180 അസംബ്ലി സീറ്റുകളിൽ BJP ജയിച്ചത് വെറും 44 സീറ്റുകളിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. മേഘാലയയിൽ 2 സീറ്റിലാണ് BJP ജയിച്ചത്. 58 സീറ്റിൽ BJP അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ മാധ്യമ പ്രചരണം മറിച്ചാണ്. അപ്പോൾ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം പെരുമ്പറയടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ. ഇതിനെ ഉള്ള മറുപടി ജനങ്ങളുടെ പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നതാണ്. ജനങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള കെടുതികൾക്കെതിരായി നടത്തുന്ന പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നാസിക്കിൽ നിന്ന് വീണ്ടും കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കർഷകരുടെ ലോങ് മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്ര ഗവൺമെന്റിന് അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഏപ്രിൽ 6-ാം തീയതി ഡൽഹിയിൽ പാർലമെന്റിന് മുമ്പിൽ തൊഴിലാളികളും കൃഷിക്കാരും പണിയെടുക്കുന്നവരും എല്ലാം അടങ്ങുന്ന വലിയ ജനമുന്നേറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ഇതാണ് ഇന്ത്യയിലെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയണം. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. So finally, the people of Kerala have realized this. The victory of the LDF and the continued support that the LDF receives is because of its people-centric approach and the fact that it is through the people's struggles that actually livelihood conditions can improve and our country and the constitutional values and democracy can be protected. And that is why today, as I said, I was sorely tempted to talk about the Home Minister's charges against Kerala, but the Honorable President has answered that, so I am not going into that. But today, if Kerala is the model for, even the Niti Aayog has to say that number 1 in the country on various other social litigations is Kerala. UP comes in the last, near the last BJP's UPs. Even the Modi's own institutions cannot stop the reality from coming to the fore that in every social indicator and economic status of the people, Kerala is at the top. And this will continue to rise because of the involvement of the people of Kerala. And it is that has to be the people's agenda, the people-centric agenda. And it is that the principal opposition in Kerala also should understand. Merely attacking the LDF government on some sort of the issues or the other to scoring points is not going to impress the people of Kerala. They see the substantive issues, what the LDF has taken up in the interest of the peoples of Kerala, and it is on the basis of that substantive issues that the people of Kerala continue to support the LDF. In this background, this Jatha led by M.V. Govindan, our State Secretary and Politburo member, is of utmost importance in raising this levels of consciousness and people's involvement in the struggle to defend our country today. And that is why, on behalf of the CPIM Central Committee and the Politburo, we not only congratulate our Kerala unit of the CPIM, but we give them our revolutionary salute for keeping up this issue of mobilizing the people, and rallying them together in the defense of India. This is the highest expression of Indian patriotism that the BJP must learn, and our opponents should also understand. Opposing us on this count is going to make them lose people's support even further in Kerala and will only further strengthen the LDF. അവസാനമായി കേരളത്തിലെ ജനങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപക്ഷ നയങ്ങൾ. ആ നയങ്ങളിലൂടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ തുടർച്ചയായിട്ടുള്ള വിജയമുണ്ടാവുന്നത്. ആ നയങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇത് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാജ്യത്താകെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കരുത്ത് പകരുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിനെതിരായി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറുപടി പറയണമെന്നുദ്ദേശിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ ബഹുമാന്യമായിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെ അതിനെല്ലാം മറുപടി പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഇപ്പം നീതി ആയോഗ് തന്നെ പറയുകയാണ് കേരളം എല്ലാ സാമൂഹിക വികസന സൂചികകളിലും ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്നുവെന്ന് നീതി ആയോഗ് തന്നെ പറയുകയാണ്. ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് BJP ഭരിക്കുന്ന UP ആണ് എന്നോർക്കണം. അപ്പം മോദിയുടെ സ്വന്തം സ്ഥാപനങ്ങൾക്ക് തന്നെ പറയാതിരിക്കാൻ കഴിയുന്നില്ല സാമൂഹിക സൂചികകളിൽ, സാമ്പത്തിക സൂചികകളിൽ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും മുമ്പിൽ എന്നത് അവർക്ക് പോലും പറയാതിരിക്കാനാവുന്നില്ല.
ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജനങ്ങളുടെ പങ്കാളിത്തമാണ്. ജനപക്ഷ കാര്യപരിപാടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം ഈ ഗവൺമെൻറ്റിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ പോകുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനതാൽപര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ LDFനെ തുടർച്ചയായി പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ ജാഥയ്ക്ക് അതിയായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത് അതിയായ പ്രാധാന്യമുള്ള ജാഥയാണ്. അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിക്കും വേണ്ടി ഞാൻ ഈ ജാഥയെ വിപ്ലവകരമായി അഭിവാദ്യം ചെയ്യുകയാണ്. ജനങ്ങളെ അണിനിരത്തുന്നതിൽ ഈ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ BJPക്കെതിരായി ജനങ്ങളെയാകെ അണിനിരത്തുന്നതിൽ ഏറ്റവും ഉന്നതമായ ദേശസ്നേഹത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ ജാഥയിലൂടെ കേരളത്തിലെ പാർട്ടി നടത്തിയിരിക്കുന്നത്. ഇത് കേരളത്തിൽ BJPയെ കൂടുതൽ ഒറ്റപ്പെടുത്താനും ഇപ്പോഴുള്ള പിന്തുണ കൂടി ഇല്ലാതാക്കാനും സഹായിക്കും. So with the confidence that this Jatha has further deepened the links of the CPIM with the people of Kerala, and in the coming days this will lead to a further progressive and a secular strengthening of the consciousness of the people of Kerala. With this confidence, I take leave of you. Thank you. Inqilab Zindabad. ഈ ജാഥ കേരളത്തിലെ CPIM-ഉം കേരള ജനതയും തമ്മിലുള്ള ഗാഠബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന ആത്മവിശ്വാസത്തോടുകൂടി വരും ദിവസങ്ങളിൽ പുരോഗമന മതനിരപേക്ഷ പ്രസ്ഥാനം കേരളത്തിൽ കൂടുതൽ ശക്തിപ്പെടും എന്ന ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. സഖാക്കളെ, അടുത്തതായി ജാഥ ക്യാപ്റ്റൻ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഈ മഹാസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. അതിന് സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ക്ഷണിക്കുന്നു. അതിന് തൊട്ട് മുന്നേ CPIM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും അതുപോലെ സംഘാടക സമിതിയും ഓരോ സ്വീകരണങ്ങൾ നൽകും. മറ്റ് സ്വീകരണങ്ങൾ തീരുമാനിച്ചതുപോലെ ജാഥ ക്യാപ്റ്റൻ്റെ പ്രസംഗത്തിന് ശേഷമാണ്.